സ്വാമിയുടെ വാക്കുകളുള്ളൂ. ആദരണീയനായ ഗുരുപ്രകാശം സ്വാമികളെ സാദരം ക്ഷണിച്ചു. കല്യാണസുന്ദരതനും കാരുണ്യാമൃതലോചനം കാരുണ്യനിത്യബോധായ ശ്രീനാരായണ ഗുരും ഭജേ. നമഃ ശ്രീനാരായണ ഗുരുദേവ മഹാത്മനി അവതാരവരിഷ്ഠായ പൂർണ്ണബ്രഹ്മസ്വരൂപിണേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ശിഷ്യപ്രമുഖനായിരുന്ന ദിവ്യശ്രീ ധർമ്മതീർത്ഥ സ്വാമികളുടെ പാവന സ്മരണകൾക്ക് മുമ്പിൽ അവിടുത്തെ സമാധി വാർഷിക ദിനമായ ഇന്ന് നമുക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാം. സ്നേഹനിധികളായ ശിവഗിരി സാഹോദര്യം സ്മൈൽ കുടുംബാംഗങ്ങളെ, സജ്ജനങ്ങളെ, സഹോദരൻ അയ്യപ്പൻ്റെ സമാധി ഗാനത്തിലെ ഈരടി നമുക്ക് ഒന്ന് സ്മരിക്കാം. ഗൃഹം വസ്ത്രം ദേഹം അശനമാശയം ഇതുകളിൽ ഞങ്ങൾ പരമശുദ്ധിയെ സ്വയം അനുഷ്ഠിക്കാൻ പറയാതോതുമ തിരുസന്നിധാനം. ഇത് അലഭ്യമായില്ല, അതുകൊണ്ട് അലഭ്യമായല്ലോ എന്ന് പൂർത്തീകരിക്കുന്നില്ല. ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ഒരു വേള അരുളിയത്, കായ ശുദ്ധി ഉണ്ടായാൽ ആഹാരശുദ്ധിയും ഗൃഹശുദ്ധിയും എല്ലാം ഉണ്ടായിക്കൊള്ളും. ഇപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ടത് ബാഹ്യശുദ്ധിക്കാണ് പ്രാധാന്യമെന്നാണ്. നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളത്, പുറം മിനുങ്ങിയിരുന്നിട്ട് എന്ത് കാര്യം, അകം ഇരുണ്ടിരുന്നാൽ. പുറം എത്ര മോടിയിലിരുന്നാലും അകം അശുദ്ധമാണെങ്കിൽ എന്ത് പ്രയോജനം? ഏത് കാര്യത്തിനും ഒരു മറുവശം കാണും. ആ മറുവശം ചൂണ്ടിക്കാട്ടി നമ്മൾ വഴുതി മാറുന്നത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്നാണ്, നമ്മുടെ കടമകളിൽ നിന്നാണ്. ഗുരു എത്ര പ്രായോഗികമതിയായിരുന്നു എന്ന് ചിന്തിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. ഈ ബൈബിളിൽ ഒരു രംഗമുണ്ട്. ക്രിസ്തുവും ശിഷ്യന്മാരും കൂടി ഗോതമ്പ് വയൽ മുറിച്ച് കിടക്കുമ്പോൾ ശിഷ്യരിൽ ചിലർ ഗോതമ്പ് കതിരുകൾ ഊരി വായിലിട്ട് കുറിച്ചുകൊണ്ട് നടന്നു. അപ്പൊ ഇത് കണ്ട് പ്രതിയോഗികൾ, പരീശന്മാർ ക്രിസ്തുവിനെ ചോദ്യം ചെയ്യുകയാണ്. ഇവരുടെ ഈ നടപടികൾ ശരിയോ? അറിവുള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ?
അപ്പോൾ ഗുരു ആയ ക്രിസ്തു ആ പ്രവൃത്തിയെ ന്യായീകരിക്കുകയാണ്. പറയുന്നത് ഉള്ളിലോട്ട് പോകുന്നത് ശുദ്ധമായിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ശുദ്ധി പാലിച്ചില്ലെങ്കിലും ആന്തരികമായി ഉൾക്കൊള്ളുന്നത് നന്നായിരുന്നാൽ മതി. കൈ കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല, അകത്തേക്ക് വിടുന്നത് ശുദ്ധമായിരുന്നാൽ മതി. അതിൻ്റെ ന്യൂനത നമുക്കിവിടെ മനസ്സിലാക്കാം. ആ ആദർശമല്ല ഗുരുദേവന്റെ ശുദ്ധിസങ്കല്പത്തിലുള്ളത്. അവിടുന്ന് ബാഹ്യശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തത് ബാഹ്യശുദ്ധി ദീക്ഷിച്ചാൽ അത് ആന്തരശുദ്ധിയിലേക്ക് നാം നയിക്കപ്പെടും എന്നതുകൊണ്ടാണ്. അവിടുന്ന് മർമ്മജ്ഞനായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പ്രായോഗികമതിയുമായിരുന്നു. ഇതിനെ നമ്മൾ വിശ്വസിക്കണം, ഇതിനെ നമ്മൾ അനുവർത്തിക്കണം. നമുക്കൊന്ന് ചിന്തിക്കാം. നന്നായി കുളിച്ചു, അങ്ങനെ ദേഹശുദ്ധി വരുത്തിയ ഒരുവൻ മുഷിഞ്ഞ വസ്ത്രം ധരിക്കുമോ? അഥവാ ധരിക്കാൻ തോന്നുമോ? അങ്ങനെ വൃത്തിയായ വസ്ത്രം ധരിച്ചു, അവിടെ കൊണ്ടും തീരുന്നില്ല, അവൻ ഒരു മുഷിഞ്ഞ സ്ഥലത്ത് ഇരിക്കുമോ? അങ്ങനെ ക്രമേണ അവന് പരിസരം ആകമാനം ശുദ്ധമായില്ല എങ്കിൽ തൃപ്തി കിട്ടില്ല. അതുകൊണ്ട് ബാഹ്യശുദ്ധിയുടെ പ്രാധാന്യം വളരെ വലുതാണ്. ഇത് ഗുരു പലപ്പോഴും ഊന്നി പറഞ്ഞിരുന്നു. നിത്യവും അടിച്ചു നനച്ച് കുളിക്കണം. ഒരുപക്ഷെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഏറ്റവും കൂടുതൽ ഗുരു തന്നെ സമീപിച്ചവർക്ക് നൽകിയിട്ടുള്ള ഉപദേശം ഇതായിരിക്കാനാണ് സാധ്യത. കാരണം അക്കാലത്ത് ഇതൊരു വലിയ വിഷയമായിരുന്നു. ശുചിത്വ ബോധം അത്ര കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം പാലിക്കാനുള്ളതാണ് ശുചിത്വം. അല്ലാത്ത സന്ദർഭങ്ങളിൽ മണ്ണിന്റെ മക്കളാണ്. അതുകൊണ്ട് ശുചിത്വം തങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് മുൻവിധി ഉറച്ചിരുന്നു. ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള പല പ്രയോജനങ്ങളിൽ പ്രമുഖമായി ഗുരു അവതരിപ്പിച്ചതും മറ്റൊന്നല്ല. ക്ഷേത്രമുണ്ടെങ്കിൽ ആളുകൾ നന്നായി കുളിച്ച് ശുദ്ധരായി വരും. കുളിച്ച് ശുദ്ധരായി വരുമ്പോൾ അതിൻ്റെതായ ആഭ്യന്തര ശുദ്ധിക്കുള്ള വാതായനം അവരിൽ തുറന്നിട്ടുണ്ടായിരിക്കും. ആ ശുദ്ധി ദീക്ഷിക്കാതെ വരുന്നവർക്ക് ആ വാതിൽ അടഞ്ഞു തന്നെയിരിക്കും, സംശയമില്ല. രസകരമായ ഒരു കാര്യം, ഈ ധർമ്മ പ്രചരണം ഏറെയേറെ മുന്നേറിയിരുന്നു 1920-കളിലെത്തുമ്പോൾ. മദ്യ വർജന സന്ദേശം
ഗുരുവിൽ നിന്ന് പുറപ്പെടുന്നത് ആ വർഷത്തെ ഗുരുജയന്തിക്കായിരുന്നു എന്ന് നമുക്കറിയാം. ആ വർഷമാണ് ദേശസഭകൾ സംഘടിപ്പിച്ച് നടന്നിരുന്ന ശ്രീനാരായണ തീർത്ഥ സ്വാമികൾ ഗുരുവിനെ സമീപിക്കുമ്പോൾ കുളിസഭ രൂപീകരിക്കണം എന്ന് നിർദ്ദേശിക്കുകയുണ്ടായത്. അതങ്ങനെ ഒരു സഭ രൂപീകരിക്കുന്നതിന് വേണ്ടിയല്ല പറഞ്ഞത്. അതിന്റെ പിന്നിലുള്ള ലക്ഷ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രധാനമായും ദീക്ഷിക്കേണ്ടിയിരുന്ന ഒന്നാമത്തെ നിഷ്ഠ അന്നും പാലിക്കപ്പെട്ടിരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരു കുളിസംഘം ഉണ്ടാക്കണം എന്ന് ശിഷ്യനോട് നിർദ്ദേശിച്ചത്. അതിന് കൂടുതൽ കാര്യപരിപാടികളൊന്നുമില്ല. അതിൽ ചേരുന്നവരെല്ലാം അടിച്ചു നനച്ച് കുളിക്കുന്നവരായിരിക്കണം. നാം ഓർക്കുക, വലിയ വലിയ കാര്യങ്ങൾ പറയും, പക്ഷേ അടിസ്ഥാനപരമായി വീക്ഷിക്കേണ്ട പല കാര്യങ്ങളും അവഗണിക്കുന്ന അവരുടെ ആ പറച്ചിലിനൊരർത്ഥവുമില്ല. അവരുടെ വാക്കുകൾക്ക് യാതൊരു സ്വാധീനവും ഉളവാകുന്നുമില്ല. യോഗ്യനായതിനു ശേഷം അതിലേക്ക് കടക്കുക. അതുകൊണ്ടാണ് അനുഷ്ഠിക്കുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരെ കൊണ്ട് അനുഷ്ഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. നാം ഇവിടെ പഞ്ചശുദ്ധിയുടെ ആ വിശാല തലത്തിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ അത് അരുളിയ ഗുരുവിന്റെ ചില സമീപനങ്ങൾ, ചില നടപടികൾ, അത് കൗതുകം മാത്രമല്ല നമ്മളിൽ ഉണർത്തുക, അതെല്ലാം നമുക്ക് പകർന്നു നൽകുന്നത് വലിയ വലിയ പാഠങ്ങളായിരിക്കും. എത്രയോ ദൃഷ്ടാന്തങ്ങൾ അതിലേക്കായി നമുക്ക് അവതരിപ്പിക്കുവാനുണ്ട്. ഒരു വേള ഗുരു തന്നെ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രത്തിൽ ഒരു ഉപപ്രതിഷ്ഠയ്ക്കായി അവിടുത്തെ ക്ഷണിക്കുകയുണ്ടായി. തിരുവനന്തപുരത്താണ്. അവിടെ വന്നതിന് ശേഷം അവിടുന്ന് ആ പരിസരമാകെ നോക്കി. അവിടത്തേക്ക് വളരെ തൃപ്തി അനുഭവപ്പെട്ടതായി ആ ഭാവത്തിൽ നിന്ന് അറിയാനും കഴിഞ്ഞു. അവിടുന്ന് മൊഴിഞ്ഞത്രേ, ഇവിടെ പ്രതിഷ്ഠയുടെ ആവശ്യമില്ല. ആദ്യം എല്ലാവരും ഒന്ന് അമ്പരന്നു. പക്ഷെ പിന്നീടുള്ള മൊഴികൾ അവിടെ പാലിച്ചിരുന്ന പരിശുദ്ധിക്കുള്ള അംഗീകാരമായിരുന്നു. ഇവിടം പരിശുദ്ധമായിരിക്കുന്നു, അതുകൊണ്ട് ഇവിടെ ഈശ്വരനുണ്ട്. പലതും നമുക്ക് ഇതിൽ നിന്ന് ഉൾക്കൊള്ളാനാവും. പരിശുദ്ധി ഉള്ളിടത്ത് ഈശ്വരനുണ്ട്. ഇവിടം പരിശുദ്ധമായിരിക്കുന്നു, അതുകൊണ്ട് ഇവിടെ ഈശ്വരനുണ്ട്. നോക്കൂ,
ഈശ്വര സങ്കേതങ്ങളെന്ന് നാം സങ്കല്പിക്കുന്ന പലയിടങ്ങളിലും ഈശ്വരൻ ഉണ്ടാവില്ല പരിശുദ്ധിയില്ല എങ്കിൽ. ഈശ്വരൻ്റെതായ യാതൊരു സങ്കല്പവുമില്ലാത്ത ഒരിടമായിക്കൊള്ളട്ടെ, അവിടം പരിശുദ്ധമാണെങ്കിൽ അവിടെ ഈശ്വരനുണ്ട്. ഈശ്വര സങ്കേതങ്ങൾ കെട്ടി ഉയർത്തുവാൻ, അതിനെ പരിപാലിക്കുവാൻ, അതിനെ അഭിവൃദ്ധിപ്പെടുത്തുവാനൊക്കെ വെമ്പൽ കൊണ്ട് നടക്കുന്ന നമ്മൾ ഈ പ്രാഥമിക പാഠം ആയിരുന്നു ആദ്യം പഠിക്കേണ്ടിയിരുന്നു. ഈശ്വരന്റെ പ്രതീകമായി എന്തെല്ലാം ചെയ്താലും, എന്തെല്ലാം അലങ്കരണങ്ങൾ ചെയ്താലും അവിടം പരിശുദ്ധമല്ല എങ്കിൽ അവിടെ ഈശ്വരൻ വിളങ്ങില്ല. കണ്ണാടിയുണ്ട്, അത് പുകഞ്ഞിരുന്നാൽ ഛായ കാണാത്തതുപോലെയാണ്. ഗുരുവിൻ്റെ ശുദ്ധി സങ്കല്പത്തിന് നല്ലൊരു ഉദാഹരണമാണിത്. ഗുരുവിൻ്റെ ആ സൂചന നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അവിടുന്ന് എവിടേക്ക് എഴുന്നള്ളിയാലും ഈ ശുദ്ധി കാര്യങ്ങളിൽ അവിടുത്തേക്ക് പൂർണ്ണ തൃപ്തി നൽകുവാൻ ആർക്കും തന്നെ കഴിഞ്ഞിരുന്നില്ല. നിസ്സാരമായ എന്തെങ്കിലും ഒരു കുറവ് ഗുരു കണ്ടെത്തുകയും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. ഇത്ര കാർക്കശ്യം വേണ്ടതുണ്ടോ? ലോകത്ത് വിശുദ്ധി പൂർണ്ണമായും ദീക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കുമോ എന്ന്, അത്രത്തോളമൊക്കെ പോകേണ്ടതുണ്ടോ എന്ന് ഒരുപക്ഷെ ചിലർക്ക് സംശയം തോന്നിയേക്കാം. ഗുരു ഈ കാര്യത്തിൽ നിഷ്കർഷത, ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, നിഷ്കർഷത പാലിക്കുന്നത് ചെറിയ ഒരു അഴിവ് കാണിച്ചാൽ അത് പെരുകി വരും എന്നതുകൊണ്ടാണ്. മനുഷ്യന്റെ മനഃശാസ്ത്രം ശരിക്ക് പഠിച്ചത് കൊണ്ടാണ് ഗുരു അത്തരമൊരു നിഷ്കർഷത പാലിക്കുകയുണ്ടായത്. അവിടുന്ന് ഒരിക്കൽ അരുളിയത് എന്താണ്? ശുചിത്വപൂർണമായ ജീവിതം നിഷ്കർഷതയോടെ. ആ വാക്കിന് വലിയൊരു ആഴമുണ്ട്. ഒരഴിവുമില്ലാതെ എടുത്തു പറയുകയാണ്, നിഷ്കർഷതയോടെ പാലിക്കണം. ആ സന്ദർഭം നമുക്ക് അറിയാൻ മേലാഴുകയല്ല. മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ശുചിത്വം ആചരിച്ചാൽ പോരാ, വീട്ടിലും ശുചിത്വം വേണം, അടുക്കളയിൽ നിന്ന് തുടങ്ങണം എന്ന ഉപദേശം അതിൻ്റെ ബാക്കിയാണ്. ഇത്ര നിഷ്കർഷത അവിടുന്ന് പാലിച്ചത്, അതിൽ ഒരു അഴിവും കാണിക്കാതിരുന്നത്, ഇത് പോയാൽ മുഴുവൻ പോയി. ഒരു പൊട്ടോളമുള്ളത് അത് പെരുകി എല്ലാത്തിനെയും വിഴുങ്ങും. പായല് പോലാണ്. അതാണ് ഒരിക്കലും ഒരു കഥ പറയുന്നത്. ദത്താത്രേയ മഹർഷി കടൽ തീരത്തിരുന്ന് കടലിന്റെ തിരകളൊക്കെ വീക്ഷിച്ച് അതിൽ കുടികൊള്ളുന്ന ആധ്യാത്മിക രഹസ്യങ്ങളൊക്കെ മനനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. ഒരു ചെറു നദി വന്ന് കടലിനോട് ചേരുന്ന ഇടമായിരുന്നു അത്.
അതിലൂടെ ഒഴുകി വന്ന ഒരു പുൽക്കൊടി അത് കടലിലേക്ക് പതിച്ചപ്പോൾ തിരമാലകൾ വന്ന് ആ പുൽക്കൊടിയെ കരയിലേക്ക് തള്ളിക്കൊണ്ടു പോവുകയാണ്. അത് ആ മണൽപ്പരപ്പിൽ പതിഞ്ഞു കിടക്കുമ്പോൾ അടുത്ത തിര വരുന്ന തക്കം നോക്കി അത് വീണ്ടും കടലിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. വാശിയോടെ അടുത്ത തിര വന്ന് അതിനെ വീണ്ടും തള്ളിക്കൊണ്ടുപോകുന്നു. ഇങ്ങനെ പലവട്ടം ആ പുൽക്കൊടി കടലിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ വർദ്ധിത വീര്യത്തോടെ വാശിയോടെ തിരകൾ അതിനെ നിരോധിക്കുകയാണ്, പ്രതിരോധിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ദത്താത്രേയ മഹർഷി സമുദ്രത്തോട് പരിഭവം പറഞ്ഞു, ഭൂമിയുടെ മുക്കാലുമുണ്ടല്ലോ നീ, എന്നിട്ടും ഇത്ര ലോഭമോ? ഈ കൊച്ചു പുൽക്കൊടിക്ക് അഭയം കൊടുത്താൽ എന്ത്? നിനക്കതുകൊണ്ട് എന്ത് ഛേദം? വിനീതനായി സമുദ്രം മഹർഷിക്ക് മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞത്, ഇവനിപ്പോൾ ഒരു കൊച്ചു പുൽക്കൊടിയാണ്. ഇവന് ഞാൻ അഭയം കൊടുത്താൽ ഇവൻ പയ്യെ എന്നിൽ വേരൂന്നിത്തുടങ്ങും. പിന്നെ ഇവൻ വളർന്നു തുടങ്ങും. ഭൂമിയുടെ മുക്കാലുമുള്ള എന്നെ ഇവൻ ഒരു കാലത്ത് മുഴുവനായി വിഴുന്നു. അതുകൊണ്ട് പൊടിയോളമുള്ള ഇവനെ ആ അവസ്ഥയിൽ തന്നെ നിരോധിക്കുകയാണ്. മഹർഷിക്കൊരു പുതിയ വെളിച്ചം കിട്ടി. തൻ്റെ സാധനയുടെ എല്ലാ രഹസ്യം, അതിന് നല്ലൊരു മാർഗദർശനം പുൽക്കൊടിയുടെ ഈ നടപടിയിലൂടെ വെളിപ്പെട്ട് കിട്ടിയ ദത്താത്രേയ മഹർഷി സമുദ്രത്തിന് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് സമുദ്രത്തെ ഗുരുവായി വരിച്ചു എന്നാണ് പുരാണ കഥ. നോക്കൂ, ദോഷങ്ങൾ പലതുണ്ട്. അതിൽ വർജിക്കേണ്ടത് എന്നല്ല, ഒരിക്കലും നമ്മെ ബാധിക്കാത്ത ഒരു ദോഷമാണ് അശുദ്ധി. അതൊരിക്കലും നമ്മെ തീണ്ടാൻ പാടുള്ളതല്ല. നിഷ്കർഷതയോടെ ആ കാര്യത്തിൽ അതീവ ജാഗ്രത നാം പുലർത്തേണ്ടതുണ്ട് എന്നാണ് ഗുരു ഉദ്ബോധിപ്പിക്കുന്നത്. ഗുരുവിൻ്റെ ഈ സമാധികാലം അടുത്ത സന്ദർഭമാണ്. അവിടുത്തെ ആ ചികിത്സാ കാലമൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അവിടുന്ന് വൈദിക മഠത്തിൽ കഴിയുന്ന സന്ദർഭത്തിൽ ഒരു സമയം മൂത്രവിസർജനത്തിനായി വെളിയിലേക്കിറക്കി. അപ്പൊ ആ വെളിയിലിറങ്ങിയപ്പോൾ അവിടെ ഇരുന്ന് മൂത്രമൊഴിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെ ഇരിക്കാൻ കൂട്ടാക്കാതെ ഗുരു വേച്ച് ദൂരേക്ക് നടന്നു പോകാനുള്ള ഭാവമാണ്. അപ്പോൾ ഒരു ശിഷ്യൻ ഉണർത്തിച്ചു, ഈ അവസ്ഥയിൽ എത്ര ദൂരേക്ക് പോകണമോ? ഇവിടെ ഇരുന്നാൽ പോരെ. അപ്പോഴും ഗുരു മൊഴിഞ്ഞത്, നാം ഇവിടെ ഇരുന്നാൽ ഇനിയുള്ളവർ ഇരുന്നു തുടങ്ങും. അത് നല്ലൊരു ഫലിതമായി ഒരുപക്ഷെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഇവിടെ കാണേണ്ടത്, ഗുരു ചെറിയൊരഴിവ് കാണിച്ചാൽ അതിനപ്പുറത്താകും ശിഷ്യൻ. നാം ഇവിടെ ഇരുന്നാൽ
ഇനിയുള്ളവർ അകത്ത് ഇരിക്കാൻ തുടങ്ങും. ഏതാണ്ടത് യാഥാർത്ഥ്യമായതുപോലുണ്ട്. അപ്പൊ നോക്കൂ, എത്ര നിഷ്കർഷതയാണ് ഗുരു ആ കാര്യത്തിൽ പുലർത്തിയത്. നമുക്കറിയാം, ശിവഗിരിയിലെ മഹാസമാധിസ്ഥാൻ ബ്രഹ്മവിദ്യാ മന്ദിരത്തിന് ഗുരു ശിലാസ്ഥാപനം നിർവഹിച്ച ആ സ്ഥലത്താണ് ഗുരുവിനെ സമാധിയിരുത്തിയത്. ആ സമാധി സമാഗതമാകുന്നു എന്ന് ഏറെക്കുറെ എല്ലാവർക്കും നിശ്ചയമുണ്ടായിരുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ, അതിനുള്ള ഭൂമിയൊരുക്കലുകളും ഒക്കെ കാലയെ കൂട്ടി തന്നെ നിർവഹിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവിടേക്ക് അതിഭീമമായ ഒരു പരപ്പൻ കല്ല്, മൂടിക്കല്ലൊക്കെ മുകളിലേക്ക് എത്തിക്കുവാൻ ഉരുളൻ തടിയിൽ കൂടി ഉരുട്ടി 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 മേലേക്കൊക്കെ കൊണ്ടുപോകാൻ അതിനുള്ള വഴിയും ഒക്കെ സജ്ജമാക്കിയിരുന്നു. പുറമേക്കുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം ഗുരു സ്വയം ദീക്ഷിച്ച ഒരു കാര്യം അധികമാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അവസാന കാലത്ത് ഗുരു ആഹാരത്തിൻ്റെ മാത്ര കുറച്ച് 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 കൊണ്ടുവന്നത്രേ. അവസാനം ആഹാരം തീരെ ഒഴിവാക്കി. പിന്നീട് ചെയ്യുന്നത് ജലം, അതും കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് അവസാനം ജലപാനവും ഒഴിവാക്കി. ദിവസങ്ങൾ കൊണ്ടാണ് ഇത് സാധിച്ചത്. ഇതിൻ്റെ ഉദ്ദേശം ഈ ശരീരത്തിലെ മലാംശത്തെ മുഴുവൻ ഒഴിവാക്കുക എന്നതായിരുന്നു. ശരീരമല്ലയോ, ശരീരത്തെക്കുറിച്ച് ഗുരു ചോദിച്ചിട്ടുണ്ട്. അത് ശരീരത്തിൻ്റെ ആ ഒരു നിരർത്ഥകത, ഒരർത്ഥത്തിൽ അതിൻ്റെ നിരർത്ഥകതയെ, ശീര്യതേ ഇതി ശരീരം, എത്ര പാലിച്ചാലും ഇത് നശിക്കുന്നതാണ്. പക്ഷെ ഒന്നുണ്ട്, നശിക്കുന്നതാണെങ്കിലും ഇത് ആത്മാവ് വസിക്കേണ്ട ഇടമായതുകൊണ്ട്, തെളിച്ചു പറഞ്ഞാൽ ക്ഷേത്രമായതുകൊണ്ട്, ആത്മാവ് ധരിക്കപ്പെടുന്നത് ഇതിലായതുകൊണ്ട് അതിനെ പരമ പവിത്രമായി സൂക്ഷിക്കേണ്ടതുമാണ്. നോക്കൂ, സമാധി സമയം ആഗതമാകുമ്പോൾ ആ തിരുശരീരത്തിൽ അശേഷം പോലും മലാംശമില്ലായിരുന്നത്രേ. ആ ശരീരത്തെ അത്ര വിശുദ്ധമാക്കി തീർത്തിട്ടാണ് ഗുരു സമാധി പ്രാപിച്ചത്. ബ്രഹ്മവിദ്യാ മന്ദിരത്തിൻ്റെ ആ സ്ഥാനത്ത് അവിടുന്ന് തന്നെ ഒരിക്കൽ സ്വർഗമെന്ന് വിശേഷിപ്പിച്ച ആ സ്ഥാനത്ത് ഈ ശരീരം സമാധി ഇരുത്തപ്പെടും. അത് ബഹുലക്ഷങ്ങൾക്കെന്നല്ല, ബഹുകോടികൾക്ക് തന്നെ ആശ്രയസ്ഥാനമായി വരും. അവർക്കെല്ലാം അഭയസ്ഥാനമായി വരും എന്ന് അവിടുത്തേക്ക് അറിയായികയല്ല. അങ്ങനെ ജനകോടികളുടെ ഹൃദയസ്ഥാനമായി പരിലസിക്കേണ്ട ആ സ്ഥാനത്ത് സ്വയം എത്ര വിശുദ്ധി ദീക്ഷിച്ചിട്ടാണ്
അവിടുന്ന് ആ ശരീരത്തെ നമുക്ക് നൽകിയത്. അത് കണ്ടുകൊണ്ടല്ല നമ്മൾ തൊഴുന്നത് എങ്കിലും അവിടുത്തെ ആ ആത്മ തേജസ്സിനോടൊപ്പം അവിടുന്ന് ആ പാലിച്ച വിശുദ്ധിയുടെ തരംഗങ്ങൾ അവിടെ ആകെ പരിലസിക്കുന്നുണ്ട് എന്ന് ഉറപ്പാണ്. നോക്കൂ, അങ്ങനെ ഒരു സന്നിധിയിലേക്ക് എത്ര വിശുദ്ധിയോടെ ആയിരിക്കണം നാമും കടന്നു ചെല്ലേണ്ടത് എന്നൊന്ന് ഓർക്കുക. ഇതൊക്കെ അറിയുമ്പോൾ അതിനൊക്കെയുള്ള ഒരു പ്രേരണ കൂടിയായി തീരേണ്ടതുണ്ട്. കേവലം ഒരു പട്ടട എന്നൊരു തോന്നൽ നമുക്ക് സ്വപ്നത്തിൽ പോലും ഉണ്ടാകുന്നുണ്ടോ? ഏറ്റവും വിശുദ്ധ സ്ഥാനമായിട്ടാണ് നമുക്കവിടെ അനുഭവപ്പെടുക. എത്രയോ ആളുകളുടെ അന്ത്യവിശ്രമ സ്ഥാനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെയെല്ലാം ആ അടക്കപ്പെട്ട ആളുകളോട് ആദരവും അവരുടെ സ്മരണയും ഒക്കെ ഉണരുന്നുണ്ടെങ്കിലും അവിടെ ഒരു സംസ്കാര സ്ഥലമായി നമുക്ക് അനുഭവപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു തോന്നലേ ഉണ്ടാകുന്നില്ല. പ്രരോദനത്തിൽ ആശാൻ പറഞ്ഞതുപോലെ ഇവിടമാണ് അധ്യാത്മവിദ്യാലയം, ഇവിടമാണ് അധ്യാത്മവിദ്യാലയം. ആ രീതിയിലാണോ നമ്മൾ കാണുന്നത് എന്നത് മറ്റൊരു കാര്യം. ഗുരു ഇങ്ങനെ ആയിരുന്നു എന്ന് അറിയുമ്പോൾ ഇതിനൊക്കെ നമുക്കൊരു പ്രേരണ ലഭിക്കുമാറാകട്ടെ. ശിവഗിരിയിലെ ചില രംഗങ്ങൾ കൂടി നമുക്കൊന്ന് കണ്ടുപോകാം. അവിടത്തേക്ക് വിശേഷമായിട്ടായിരുന്നു ആഹാരം തയ്യാറാക്കിയിരുന്നത്. അതിനുവേണ്ടി പ്രത്യേകം പാചകനുണ്ടായിരുന്നു. അതിലേക്ക് സഹായികൾ സന്ദർഭവശാൽ കൂടുകയും ചെയ്യുമായിരുന്നു. അവിടത്തേക്ക് ആഹാരം തയ്യാറാക്കിയിരുന്ന ഒരു സ്ഥലം, അതിനെ ഇന്ന് പരിഷ്കരിച്ച് ഇന്ന് ബഹുജനങ്ങൾക്കെല്ലാം ഈ സമർപ്പണങ്ങൾ ചെയ്യാനുള്ള ഒരിടമാക്കി അടുത്ത കാലത്ത് മാറ്റുകയുണ്ടായി. പർണശാലയോട് ചേർന്നിരിക്കുന്ന ആ സ്ഥലം. അതിന് സ്വാഭാവികമായി കൈവന്ന ഒരു പേരുണ്ട്. പാചകശാല എന്നല്ല, കുശിനി എന്നല്ല, നിവേദ്യപുര. സാധാരണ ക്ഷേത്രങ്ങളിലാണ് അത് ഉണ്ടാകാറ്. ഇവിടെ നിവേദ്യപുര, ഗുരുവിൻ്റെ അടുക്കളയ്ക്ക് നിവേദ്യപുര എന്ന് പേരല്ല, അങ്ങനെ പറയാനിടയ വന്ന സാഹചര്യം അവിടം ശുചിത്വത്തിൽ കർശന നിഷ്കർഷതയ്ക്ക് വിധേയമായിരുന്നു. പാചകൻ പാലിക്കേണ്ട വിധികളുണ്ട്. രാവിലെ അടിച്ച് നനച്ച് കുളിച്ചിട്ട് വേണം നിവേദ്യപുര തുറക്കുവാൻ. എന്ന് പറഞ്ഞാൽ ഉടുത്ത വസ്ത്രം പോലും അലക്കി വിരിച്ചിട്ട് പുതിയതൊടുത്തുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് അതിനകത്തുള്ള അടുപ്പിലെ ചാരമൊക്കെ വാരി പാത്രങ്ങളെല്ലാം പുറത്തിറക്കി അതെല്ലാം കഴുകി കമിഴ്ത്തി മൊത്തത്തിൽ വെടിപ്പാക്കി വെള്ളം തളിച്ച് ശുദ്ധം വരുത്തിയതിന് ശേഷം വീണ്ടും ആ പാചകൻ പോയി കുളിക്കണം. അങ്ങനെ കുളിച്ചതിന് ശേഷമേ
പാചക വൃത്തിയിലേക്ക് ഏർപ്പെടാൻ അനുവാദമുള്ളൂ. ശുദ്ധമായ വസ്ത്രം ധരിക്കണമെന്നുണ്ട്. മുടിയും താടിയും നീട്ടരുതെന്നല്ല, മുണ്ടനം ചെയ്തു കൊള്ളണം. അത് നിശ്ചിത ദിവസങ്ങൾ കൂടുമ്പോൾ അത് ചെയ്തു കൊള്ളണമെന്നാണ് വിധി. അത് കൃത്യമായിട്ട് അവിടെ പാലിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ പാചകമെല്ലാം കഴിഞ്ഞ് വേണ്ട പോലെ എല്ലാം പൂർത്തീകരിച്ച് വെച്ചതിന് ശേഷം വീണ്ടും കുളിച്ച് ശുദ്ധവസ്ത്രം ഉടുത്തുകൊണ്ട് വേണം ഗുരുവിന് പൂജ ചെയ്യുവാൻ. എന്ന് പറഞ്ഞാൽ ഗുരുവിന് ആഹാരം വിളമ്പുന്നതിനെയാണ് ഇവിടെ പൂജ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൂജ ചെയ്യുന്നത് പോലെ ഒരു പ്രവൃത്തിയായിരുന്നത്. ദേവവിഗ്രഹങ്ങളും ഇപ്പൊ പൂജയൊക്കെ ചെയ്യുന്ന പല വൈദികരുമുണ്ട്. അത് ആദ്യം അല്പം ഭയഭക്തി ബഹുമാനത്തോടെയൊക്കെ ചെയ്യുമെങ്കിലും പിന്നീട് യാന്ത്രികമായി അങ്ങ് തീരും. പിന്നീട് ഈ അലസമായിട്ടങ്ങ് തീരും. കാര്യം അവിടെ ചോദിക്കുകയല്ലോ. മൂർത്തികൾ ഒരിക്കലും ചോദിക്കില്ല, ഇതെന്താ ഇങ്ങനെ കൊണ്ടുവച്ചത്, ഇതിൽ മുടി കിടക്കുന്നല്ലോ എന്നൊന്നും പറയില്ല. ഇവിടെ അങ്ങനല്ല. അല്പം ഒരു വീഴ്ച കണ്ടാൽ ചൂണ്ടിക്കാണിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷ്മ ആ കാര്യത്തിൽ പാലിക്കുകയും ചെയ്യുമായിരുന്നു. എത്ര പാലിച്ചാലും ഒരു കുറവെങ്കിലും അവിടുന്ന് കണ്ടുപിടിക്കും, അത് കാണിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ നാം കാണേണ്ടത് നിഷ്കർഷതയിലൊരു അഴിവും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര കർക്കശ ബുദ്ധി കാര്യത്തിൽ ഗുരു പ്രകടിപ്പിക്കുകയുണ്ടായത്. വേണമെങ്കിൽ ഈ കാര്യം മനസ്സിലാക്കാതെ തർക്കിക്കാവുന്നതേ ഉള്ളൂ. ആ ജീവചരിത്രത്തിൽ കാണുന്നുണ്ടല്ലോ, ഈ തമിഴകത്തൂടെ അവിടുന്ന് സഞ്ചരിച്ച കാലത്ത് ഒരു രാത്രി കാലത്ത് വിശന്നതായും ഒരു തൊഴുത്തിൽ കയറി ആ കാടിത്തൊട്ടിയിൽ നിന്ന് ആ വറ്റ വാരി തുണിയിൽ പിഴിഞ്ഞ് അത് ഭക്ഷിച്ചതായും, കാടിത്തൊട്ടിയിൽ നിന്ന് വാരി തിന്നുന്ന സ്വാമി, ഇതൊരിക്കലും ഉന്നയിക്കപ്പെട്ടതാണ്. അത് കാര്യമറിഞ്ഞവരോട് ഇതിനെ പറ്റി വിശദീകരിക്കേണ്ടതില്ല. ഇത് ഗുരുവിനെ സ്വയം ശുദ്ധി പാലിച്ച് അതിൽ രസിച്ചിരിക്കാനോ അഭിമാനിച്ചിരിക്കാനോ അല്ല. ഇതെല്ലാം ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ശിക്ഷണം തന്നെയാണ്. അതിലൂടെ തെളിയുന്നത് അവർ തന്നെയാണ്. ശിക്ഷണത്തിന് വിധേയരാകുന്നവരാണല്ലോ ശിഷ്യന്മാർ. അത് ആ രീതിയിൽ കണ്ടാൽ മതി. ശിവലിംഗസ്വാമികൾ ഒരിക്കൽ അവിടുത്തേക്കായി ആഹാരം വിളമ്പുകയാണ്. ഇല കഴുകി വളരെ ഭവ്യതയോടെ, ഒരു പൂജയ്ക്ക് ഒരുക്കുന്നതിലും ഭവ്യതയോടെ ഗുരുവിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഗുരു ഒരു പ്രത്യേക സ്ഥാനത്തേക്ക് നോക്കുന്നു. സ്വാഭാവികമായിട്ടും ശിവലിംഗസ്വാമികളും അങ്ങോട്ട് നോക്കിയപ്പോൾ ആ ഇല പിടിച്ച ആ വിരൽപ്പാടിൻ്റെ അവിടെ ഇതാ അല്പം ചെളി. സൂക്ഷിച്ചു നോക്കിയാലേ കാണത്തുള്ളൂ. ബാക്കിയുള്ളതെല്ലാം വെടുപ്പാണ്. പെട്ടെന്ന് അപരാധബോധം വന്നു. ആ എടുത്തുകൊണ്ടുപോയി വീണ്ടും കഴുകി, കൈ നല്ലതുപോലെ കഴുകി, ഇലയും കഴുകിയിട്ട് കൊണ്ടുവച്ചു. അങ്ങനെ അവിടത്തേക്ക് ഒരു പാഠവും കൂടി, എന്ന് പറഞ്ഞാൽ ഒരു നിമിഷത്തെ അലസത, ഒരു പക്ഷേ
എന്തെങ്കിലും ആകുലതയോടെയോ അല്ലെങ്കിൽ മറ്റു പല ചിന്തകളിൽ മുഴുകിയോ ഇതുപോലുള്ള സേവ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും വിട്ടുപോകും. ഏതാണ്ടോർത്ത് ചെയ്തപ്പം കൈമുറിഞ്ഞു എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്, അല്ലെങ്കിൽ കാല് തട്ടി. എന്തോ ചിന്തിച്ചുകൊണ്ട് ശ്രദ്ധ വിട്ടുപോയി. അങ്ങനെ ശ്രദ്ധ വിടാൻ പാടില്ല ഈ കാര്യത്തിലെന്ന പാഠം ഗുരു ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു പ്രതികരണങ്ങളിൽ കൂടി നൽകിക്കൊണ്ടും ശിഷ്യന്മാരെ പാകപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒരു വേള കേമമായി ഒരു ഗുരുപൂജ നടക്കുകയാണ് ശിവഗിരിയിൽ. അന്നത്തെ കാലത്ത് 5 രൂപ, അത് വലിയൊരു തുകയാണ്. ഇന്ന് ഈ മഹാഗുരുപൂജ നടക്കുന്നത് പോലെ. അങ്ങനെ ഒരു പ്രസിദ്ധപ്പെട്ട ഒരു സമുദായ പ്രവർത്തകന്റെ ഗുരുപൂജ നടക്കുമ്പോൾ അന്ന് ഊട്ടുപുരയിൽ ഗുരുവിന്റെ സാന്നിധ്യവും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം അവിടുത്തോട് ഉണർത്തിയിട്ടുമുണ്ട്. അത് പ്രകാരം അവിടുന്ന് ഊട്ടുപുരയിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക സ്ഥാനത്ത് വന്നപ്പോൾ അവിടുന്ന് നിൽക്കുന്നു, ഒരിടത്തേക്ക് സൂക്ഷിച്ചു നിൽക്കുന്നു. എന്താണെന്നുള്ളത് ഈ ഗുരുവിനോട് ഇടപഴകി ഗുരുവിന്റെ ഒരു ഭാവത്തിൽ നിന്ന് പോലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമായിരുന്ന ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാളൊപ്പം ഉണ്ടായിരുന്നു. ഗുരു എവിടേക്കാണ് നോക്കുന്നതെന്ന് കൃത്യമായി അയാൾക്ക് മനസ്സിലായി. എന്താണ്? ആ കിണറ്റിന്റെ വക്കിൽ, അതിന്റെ പടിയിൽ കാക്ക കാഷ്ടിച്ചിരുന്നു. അപ്പൊ അതിങ്ങനെ അതിൽ വീണ് ചെതറി സ്പഷ്ടമായി കാണാം. അപ്പോൾ അതിൻ്റെ ആ തുള്ളികൾ നേരിയ തോതിലാണെങ്കിലും ഈ കിണറിലേക്ക് വീണിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ജന്തുക്കൾ ഏതായാലും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ഇതൊക്കെ സ്വാഭാവികമാണ് താനും. അതിലുള്ള അസ്വസ്ഥതയല്ല. പിന്നെയോ ഇതവിടെ പതിഞ്ഞത് ആ സമയത്തൊന്നുമല്ല. അത് കാണുമ്പോൾ അറിയാം അത് നേരം കുറേ ആയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ അതിനുശേഷവും പലരും വന്ന് ആ കിണറ്റിൽ നിന്ന് വെള്ളമെടുത്തിട്ടുണ്ടാകും. അവിടെ കിണർ തേകണമെന്നല്ല, ഈ പാലത്തടിയിൽ വീണ ആ അശുദ്ധിയെ ഒന്ന് തുടച്ചു കളയുവാൻ അവർക്ക് തോന്നിയില്ല. അപ്പം വെള്ളമെടുത്തുകൊണ്ട് ചെല്ലാൻ വിട്ടപ്പോൾ ആ വെള്ളമെടുത്തുകൊണ്ട് ചെല്ലുക, ആ ജോലി മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് അവർ കടക്കുന്നില്ല. അവിടെ ഗുരു പ്രതികരിച്ചത് അവിടുന്ന് തിരിഞ്ഞ് മടങ്ങിപ്പോവുകയായിരുന്നു. ആ ഗുരുപൂജയിൽ അവിടുന്ന് പങ്കുകൊള്ളുകയുണ്ടായില്ല. ഇത് കേൾക്കുമ്പോൾ ഇത്രയൊക്കെ വേണം, ഇത്രയൊക്കെ വേണം, അത്ര പ്രാധാന്യമുണ്ട് വിശുദ്ധിക്ക് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ചില വേള അവിടുന്ന് ഇങ്ങനെ എല്ലാവരും കഴിക്കുന്ന സ്ഥാനത്ത് ഒന്ന് ഉപവിഷ്ടനാകും. അത് ചില സമയം ഓർക്കാപ്പുറത്തായിരിക്കും. സാധാരണ നിവേദ്യപ്പുരയുണ്ട്, ഗുരുവിന് പ്രത്യേക ഭക്ഷണമുണ്ട്. എന്നിരുന്നാലും റെയ്ഡ് എന്നതുപോലെ ചില സമയം ഒരു വരവുണ്ട്. അപ്പോൾ അവിടുത്തെ ഊട്ടുപുരയിലെ പാചകക്കാരാകെ വിഷമിച്ചു പോകും. ഒരു സാവകാശവും വിശേഷവിധിയായിട്ട് പെട്ടെന്ന് ഒന്നും തയ്യാറാക്കാനുള്ള ഒരു സാവകാശത്തിനും ഇടവരാതെ അവിടുന്ന് അവിടെ ഉപവിഷ്ടനാകുന്നു. എല്ലാവർക്കുമായി തയ്യാറാക്കിയ ആ വിഭവങ്ങൾ വിറ കൈകളോടെ ആയിരിക്കും വിളമ്പുക.
വിശേഷിച്ചൊന്നും പറയില്ല. പറയാതെ തന്നെ അവർക്ക് മനസ്സിലാകും. അപ്പോൾ അവിടെ വിഭവങ്ങൾ കൂടുതലെന്നോ അതൊന്നും അല്ല ഗുരു നോക്കുക. അവിടെ ആർഭാടരഹിതമായി ജീവിക്കുന്ന അവിടുത്തേക്ക് ആ കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയൊന്നും ഇല്ല എങ്കിലും ഈ വക കാര്യങ്ങളിൽ ആളുകൾക്ക് ആഹാരം നൽകുന്ന കാര്യങ്ങളിൽ അത് കഴിയുന്നതും മോടിയായി കൊടുക്കണമെന്ന്, എന്ന് പറഞ്ഞാൽ വൃത്തിയായി രുചികരമായി കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി കൊടുക്കുക. ഇപ്പൊ ഏറ്റവും ലളിതമായിട്ടാണെന്ന് പറഞ്ഞാലും ആസ്വാദ്യമായി കൊടുക്കാൻ സാധിക്കും വിവേകമുള്ളവന്, ആത്മാർത്ഥതയുള്ളവന് എന്ന് തിരുത്തി പറയാം. പലപ്പോഴും ഈ ആത്മാർത്ഥത കാണാറില്ല. ഗുരുവിന്റെ സാന്നിധ്യത്തിൽ കാട്ടുന്ന ആത്മാർത്ഥത ഗുരു ഇല്ലാത്തപ്പോൾ കാട്ടണമെന്നില്ല. അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെയുള്ള സന്ദർശനങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ഭക്ഷണവേളയിൽ മാത്രമല്ല. ഒരിക്കൽ അവിടുന്ന് ഭക്ഷണവേളയെല്ലാം കഴിഞ്ഞ സമയത്താണ് കൂട്ടുവര ജോലിക്കാരൊക്കെ അവിടുത്തെ ഏതാണ്ട് ജോലികളൊക്കെ ഒന്ന് ഒതുക്കി, കഴുകേണ്ടതെല്ലാം കഴുകി കമിഴ്ത്തി അവരൊന്ന് ആശ്വസിക്കുന്ന സമയത്താണ് ഓർക്കാപ്പുറത്ത് ഗുരു അവിടെ പ്രത്യക്ഷനാകുന്നത്. എല്ലാവരും അമ്പരന്നു. എങ്കിലും ഒരു ആശ്വാസമുണ്ട്. ജോലികളെല്ലാം തീർത്തു. അവർ ആകെ ഒന്ന് കണ്ണോടിച്ചപ്പോൾ കുറ്റം കാണേണ്ടതായ ഒന്നും തന്നെ അവിടെ അവർ നോക്കിയപ്പോൾ കാണുന്നില്ല. ഗുരു അവിടെ ഒന്നാകെ ഒന്ന് നോക്കി. അപ്പോൾ അവിടെ കമിഴ്ത്തി വെച്ചിരിക്കുന്ന ഉരുളിയിൽ ഒന്ന് തൊട്ടു വടിച്ചു. അപ്പോൾ ആ കയ്യിൽ കരി പുരണ്ടു. അപ്പോഴത്തേക്കും അവരുടെ ഉള്ളു കാളി. അങ്ങനെ ആയിരിക്കരുത് അവിടുത്തെ ചിട്ട. വൃത്തിയായി കഴുകി വെക്കണമെന്നുണ്ട്. ഇത് കഴുകിയോ എന്ന് ചോദിച്ചാൽ കഴുകി. കഴുകുന്നത് എന്തിന്? അത് ഈ കരി കളയാൻ വേണ്ടിയായിരിക്കണം. കരി പോയെങ്കിലേ അതിന് പൂർണ്ണതയുള്ളൂ. അതിവിടെ സംഭവിച്ചിട്ടില്ല. ഗുരു അവിടെ മുഴിഞ്ഞത് ഈ ഉരുളിയുടെ പുറവും ഇവിടുള്ളവരുടെ അകവും ഒരുപോലാണല്ലോ എന്ന് മുഴിഞ്ഞിട്ട് അവിടുന്ന് പോവുകയും ചെയ്തു. രസകരമാണ്. ഈ ഉരുളിയുടെ പുറവും ഇവിടുള്ളവരുടെ അകവും. നോക്കൂ, അതിലുകൊണ്ടൊരു വേദാന്തം, നല്ലൊരു തത്വം അതിനകത്തുണ്ട്. എങ്ങനെയാണോ മനസ്ഥിതി, ആ മനസ്ഥിതിക്കനുസരിച്ചിരിക്കും ആ പ്രവൃത്തിയുടെ സ്വഭാവം. ഇത് ഉള്ളാകെ മുഷിഞ്ഞിരുന്നു, ആകെ അലസമായിരുന്നു. അങ്ങനെ മുഷിഞ്ഞ മനസ്സോടെ ചെയ്ത ജോലി അത് മുഷിഞ്ഞു തന്നെയിരിക്കും. ഏത് കർമ്മത്തിലൂടെയും ആ സത്യത്തെ അറിയുക. ഇതാണല്ലോ ഗുരു പഠിപ്പിക്കുന്ന പാഠം. ഏത് പ്രവൃത്തിയിലൂടെയും ആനന്ദത്തെ അനുഭവിക്കുക. ഇതിനല്ലേ കർമ്മയോഗം എന്ന് പറയുക. എന്താണോ ചെയ്യുന്നത് ആ ചെയ്യുന്നതിനോടൊപ്പം അവന്റെ മനസ്സ് കാണണം. മനസ്സോടെ ചെയ്യുക. അത് തനിക്ക് വേണ്ടി ചെയ്യുക. എങ്ങനെ തനിക്ക് വേണ്ടി? സ്വാർത്ഥതയല്ല അവിടെ പറയുന്നത്. ആത്മാർത്ഥതയോടെ ഈ കർമ്മം ചെയ്യുമ്പോൾ അത് ആത്മശുദ്ധിക്കായി ഭവിക്കും. അവിടെയാണ് അവന് ആനന്ദം അനുഭവപ്പെടുക. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവുമിങ്ങു സദാപി ചെയ്തിടുന്നു എന്ന ഗുരുവാണി ഈ അവസരത്തിൽ നമുക്കൊന്ന് ഓർക്കാം. ഏത് പ്രവൃത്തിയുമായി കൊള്ളട്ടെ, അവിടെ വലുതെന്നോ ചെറുതെന്നോമില്ല. അതെല്ലാം
ആത്മാർത്ഥതയോടെ ചെയ്യണം. ഇത് ഗുരു പലപ്പോഴും ഉപദേശിക്കാറുണ്ടായിരുന്നു. അവിടുന്ന് ഒരിക്കൽ അരുളിയത്, എന്തും ചെയ്യാം, ആത്മാർത്ഥതയോടെ ചെയ്യണം. ചെയ്യുന്നതെന്തും ഭംഗിയായി ചെയ്യണം. ചിന്തിക്കൂ, ചെയ്യുന്നുണ്ട്, ആർക്കോ വേണ്ടി, തീർക്കാൻ വേണ്ടി അങ്ങ് ചെയ്ത് കൂട്ടുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. ആ പ്രവൃത്തി ഒരുപക്ഷെ നോക്കുമ്പോൾ ഒരു പാത്രം കഴുകുന്നതാണെങ്കിൽ അത് കഴുകിയിട്ടുണ്ടാവാം. ആ പാത്രത്തെ സംബന്ധിച്ച് അത് ശുദ്ധമായിട്ടും ഉണ്ടാകാം. പക്ഷെ ആ പ്രവൃത്തിക്ക് പൂർണ്ണതയില്ല. അത് ചെയ്തവന് അതിലൂടെ ഒരു തൃപ്തി ലഭിച്ചിട്ടുണ്ടോ? തൃപ്തികരമായിട്ടാണോ അവനത് നിർവഹിക്കാനാവുക? ഈ രീതിയിൽ അനുനിമിഷം നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കർമ്മയോഗമാക്കി മാറ്റുക. ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ എത്ര ഹൃദയസ്പർശിയായി, എത്ര അർത്ഥവത്തായി, എത്ര ലക്ഷ്യവേദിയായി ഗുരു ഇത് നിർവഹിച്ചിരിക്കുന്നു. ഒരിടത്ത് കാണുന്നുണ്ട്, ശിവഗിരിയിൽ ഒരു കാപ്പിക്കട തുടങ്ങി. ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഒരു സാധുവാണത് തുടങ്ങിയത്. അതിനുള്ള ഒരു സ്ഥലവും ആ താഴ്വാരത്ത് അനുവദിക്കപ്പെട്ടു. അപ്പൊ അവിടെ ഇങ്ങനെ ആ അലകും പച്ചോലയും ഒക്കെ ആയി ഒരു കാപ്പിപ്പുര ഉയർന്നു. അതിൻ്റെ ചുറ്റുവട്ടമെല്ലാം ഒരു ക്ഷേത്രം പാലിക്കുന്ന പോലെ തന്നെ മണലുമൊക്കെ വിരിച്ച് നല്ല വെടിപ്പാക്കി. അതിന് പുറകിൽ ഏതാണ്ട് ഇത്ര വിസ്താരമുള്ള, ഇത്ര ആഴമുള്ള ഒരു കുഴി കൂടി തീർക്കണമെന്നും ആ കുഴിയുടെ വക്കുകൂടി, ആ കുഴിയുടെ പരിസരം കൂടി വെടിപ്പായി സൂക്ഷിക്കണമെന്നും ഗുരു നിർദ്ദേശിച്ചിരുന്നു. അതും പാലിക്കപ്പെട്ടിരുന്നു. ആ കാപ്പിക്കടയിലെ നടപടികളെല്ലാം ഗുരു നിർദ്ദേശിച്ച പോലെ തന്നെയായിരുന്നു. അവിടെ ആ പാത്രങ്ങൾ സൂക്ഷിച്ചിരുന്നതും കൈകാര്യം ചെയ്തിരുന്നതും ഈ പാചകം നിർവഹിച്ചിരുന്നതുമെല്ലാം ഗുരു നിർദ്ദേശിച്ച പ്രകാരമായിരുന്നു. മുമ്പൂട്ടൂരിലേക്ക് എന്നതുപോലെ ഒരു വേള അവിടുന്ന് ഇതാ ഈ കാപ്പിപ്പുരയിലേക്ക് ചെല്ലുന്നു. അപ്പൊ അവിടെ എല്ലാം ആകെ വെടിപ്പായി തന്നെ കിടക്കുന്നു. അവിടുന്ന് അത് എല്ലാം തൃപ്തിയോടെ നോക്കിക്കണ്ടു. ആ തൃപ്തി മുഖത്ത് ശരിക്ക് പ്രതിഫലിച്ചിരുന്നു. അവിടുന്ന് എല്ലാം ആസ്വദിച്ച് മടങ്ങിപ്പോകുമെന്ന് കരുതിയെങ്കിൽ തെറ്റി. അവിടുന്ന് നേരെ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവിടവും ഏറെക്കുറെ വെടിപ്പായി തന്നെ കിടപ്പുണ്ട്. അതും ഇതൊന്നും വലിച്ചെറിഞ്ഞിട്ടില്ല. ഒരു പിന്നാമ്പുറം കിടക്കുന്നത് പോലെയൊന്നും അല്ല അവിടം കിടക്കുന്നത്. അപ്പൊ ആ കുഴിയിലേക്ക് നോക്കി. ഇപ്പൊ പഴത്തൊലി, ഇല ഇതുപോലുള്ളതെല്ലാം അപ്പപ്പോ തന്നെ അതിലേക്ക് ഇട്ടുകൊള്ളണം, നീക്കിക്കൊള്ളണം എന്നായിരുന്നു ഗുരുവിന്റെ നിർദ്ദേശം. അതും അവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു നിമിഷം ആ കുഴിയിലേക്ക് നോക്കി നിന്നിട്ട് അവിടുന്ന് അല്പം മണ്ണ് വാരി ആ പാഴ്വസ്തുക്കളുടെ ആ വേസ്റ്റിന് മുകളിലേക്ക് തൂവുകയാണ്. തൂവിക്കൊണ്ട് അവിടുന്ന് മൊഴിഞ്ഞത്, പൂച്ചയെ കണ്ടുപിടിക്കണം. ഇപ്പൊ പൂച്ച എങ്ങനെയാണ് വിസർജിക്കുന്നതെന്നും കുഴിച്ചു മൂടുന്നതും എന്നും ഒക്കെ നമുക്കറിയാം. പൂച്ചയെ കണ്ടുപിടിക്കണം. നോക്കൂ, ഈ പരിസ്ഥിതിയെക്കുറിച്ചൊക്കെ വാചാലമായി പ്രസംഗിക്കുന്നവരും അതുപോലെ തന്നെ പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുന്നവരും ഇത്തരം ബാലപാഠങ്ങൾ മറന്നാൽ
എന്ത് പ്രയോജനം? കോടാനുകോടി ഫണ്ടുകളാണ് ഇതിൻ്റെയൊക്കെ ബോധവൽക്കരണത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അടിസ്ഥാന ബോധം, അടിസ്ഥാന അറിവ് അതില്ലാത്ത മനുഷ്യൻ മനുഷ്യനല്ല. അവൻ എന്തെല്ലാമായി തീർന്നാലും, എത്രത്തോളം ഔന്നത്യത്തിലെത്തിയാലും, ഇത്തരം ബാലപാഠങ്ങൾ പഠിച്ചില്ല എങ്കിൽ എന്ത് പ്രയോജനം? ആശാൻ പാടുന്നില്ലേ, ധീമാൻ ആചാരലോഭം സുഭഗതൃഢ ശരീരന് കാമാപവാദം. ഇതിൽ ആദ്യത്തെ ആ പാദം നമ്മൾ നോക്കിയാൽ മതി. ധീമാൻ ആചാരലോഭം. വലിയ ബുദ്ധിശാലിയാണ്, മഹാപണ്ഡിതനാണ്. പക്ഷെ എന്തു ചെയ്യാം? ആചാരലോഭം. ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നില്ല. ഒരു മഹാപണ്ഡിതനുണ്ടായിരുന്നു, കൊല്ലം പ്രദേശത്താണ്. അദ്ദേഹം പേരെടുത്ത ഒരു അന്നത്തെ കാലത്തെ ഒരു വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു. പേരെടുത്ത ഒരു അധ്യാപകനായിരുന്നു. ഒരു വേദാന്ത പണ്ഡിതനായിരുന്നു. അയാളെ ഗുരുവിനും അറിയാം. ഗുരുവിൽ അതീവ ഭക്തിയുള്ള ഒരാളായിരുന്നു അദ്ദേഹം. ഗുരു ഒരിക്കൽ കൊല്ലത്തെഴുന്നള്ളിയപ്പോൾ ആ വർത്തമാനം അറിഞ്ഞ് ഈ മഹാപണ്ഡിതൻ ഒരു ശിഷ്യൻ മുഖേന ഗുരുവിന്റെ മുമ്പിൽ തന്റെ ആഗ്രഹം ഉണർത്തിച്ചു. തൃപ്പാദങ്ങൾ അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളി. രാത്രി ഏറെ സമയം വേദാന്ത ചർച്ചയിലാണ് അവരേർപ്പെട്ടത്. അതിന് സാക്ഷിയായിട്ടൊന്നും ആരും ഉണ്ടാവില്ല. കാരണം ആദ്യത്തെ കൗതുകത്തിന് എല്ലാവരും ഇങ്ങനെ നോക്കി വലിയ താല്പര്യത്തോടൊക്കെ നിൽക്കും. പിന്നെ പയ്യെ വായിക്കൊട്ട എടുക്കും. പിന്നെ പയ്യെ പിന്തിരിഞ്ഞ് അസ്വസ്ഥത ഒക്കെ പ്രകടിപ്പിക്കും. പിന്നെ ഇവരുടെ ദൃഷ്ടിയിൽപ്പെടാതെ പിൻവാങ്ങും. അങ്ങനെ കാഴ്ചക്കാരെല്ലാം ഒഴിഞ്ഞുപോയി. ഇവരുടെ വേദാന്ത ചർച്ച എപ്പോൾ അവസാനിച്ചു എന്നറിയില്ല. ഗുരുവിനെ അവിടെ ശയിക്കാൻ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. അപ്പൊ ഗുരുവിന് ഒപ്പം ചെന്ന ശിഷ്യൻ പുലരാറായപ്പോൾ ഗുരുവിനെ പരിചരിക്കാൻ ചെല്ലുമ്പോൾ ഗുരു അവിടെയില്ല. അവിടുന്ന് എപ്പോഴോ അവിടുന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്നു. എവിടാണെന്ന് തേടാൻ തുടങ്ങി. തേടി ചെന്ന അവസാനം പുലർന്നു കഴിഞ്ഞപ്പോൾ ഒരിടത്ത് അവിടുന്ന് ഏകാന്തതയിലിരിക്കുന്നതായി കണ്ടു. അപ്പോൾ ഈ ശിഷ്യൻ എന്ന് പറയുന്നത് അന്ന് ഒരു വിദ്യാർത്ഥിയാണ്. അയാൾ ഗുരുവിന്റെ അടുത്ത് ചെന്ന് നിശബ്ദനായി തൊഴുതു നിന്നു. ആ സാന്നിധ്യം അറിഞ്ഞ ഗുരു ആ കുട്ടിയെ തിരിഞ്ഞു നോക്കി, എഴുന്നേറ്റു. എന്നിട്ടൊപ്പം നടന്നു. അപ്പോൾ ആ കുട്ടിയോട് പറയുകയാണ്, വലിയ കാര്യങ്ങൾ പറയും. ആ ഗൃഹനാഥനെ കുറിച്ച് പറഞ്ഞതാണ്. മഹാപണ്ഡിതനാണ്, വലിയ കാര്യങ്ങൾ പറയും, ഇരിക്കുന്നിടത്ത് മുറുക്കി തുപ്പും. അത് ശരിയായിരുന്നു. അദ്ദേഹം വലിയ വായനയുണ്ട്, എഴുത്തുണ്ട്. ഇതിനിടയ്ക്കെല്ലാം നടക്കുന്ന ഒരു പ്രവൃത്തി മുറുക്കിക്കൊണ്ടിരിക്കും. അവിടെ നിന്ന് നീട്ടിയൊരു തുപ്പാണ്, അത് അവിടെ മുഴുവൻ തെറിച്ചിരിക്കും. അതൊരു ഭക്തഭവനമൊന്നും ആയിരുന്നില്ല. എം.എ. പരമപിള്ള എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അതിൽ നിന്ന് എല്ലാം നമുക്കറിയാം. എന്നാൽ വേദാന്തി എന്ന നിലയിൽ ഗുരുവിനെ അതുപോലെ ബഹുമാനിച്ചിരുന്ന ഒരാളുമാണ്. അപ്പൊ ഗുരുവിന്റെ വേദാന്തം മാത്രം മതിയായിരുന്നു അയാൾക്ക്. അതിൽ അദ്ദേഹം രസിക്കുകയും ചെയ്തു. പക്ഷെ നോക്കൂ, ആചാരലോഭം,
ധീമാൻ ആചാരലോഭം. ഇങ്ങനെയുള്ള കുറെ ദോഷങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ആശാൻ പറയുന്നത്, ഈ മട്ടോതുന്ന ദോഷം ചെറുതുമിഹ നിരാലംബമാക്കുന്നു പാർക്കിൽ. കണികയോളം ഇതിനകത്ത് അഴിവുണ്ടെങ്കിൽ മറ്റെന്തെല്ലാം ഗുണങ്ങളുണ്ടായാലും കണികയോളം ഇതുപോലെ അഴിവുണ്ടെങ്കിൽ അതിലെ ഉള്ള ഗുണങ്ങളെല്ലാം ചോർന്നു പോകും, മഹിമ അത്രയും വറ്റിപ്പോകും. ഇതോർക്കുമ്പോഴാണ് ഭൂമാനൻ ദേശികേന്ദ്രൻ പുനരിവയെ നിനച്ച് അമ്പിൽ ഞാൻ കുമ്പിടുന്നേ. അങ്ങനെ ഇതെല്ലാം നനച്ചാൽ മാത്രം മതിയോ? ഇതിനനുസരിച്ച് പാലിച്ച് കുറഞ്ഞ പക്ഷം ഗുരുസേവ ചെയ്യുമ്പോൾ, ഗുരുപൂജ ചെയ്യുമ്പോൾ, ഗുരു മാർഗത്തെ നമ്മൾ പിന്തുടരുമ്പോൾ ദീക്ഷിക്കാവുന്ന പലതുമുണ്ട്. എവിടം പരിശുദ്ധമായിരിക്കുന്നോ അവിടെ ഈശ്വരനുണ്ട്. അതിനെ നമുക്ക് ഒന്നുകൂടി ഊന്നിപ്പറയാം. എവിടം പരിശുദ്ധമായിരിക്കുന്നു അവിടെയേ ഗുരു കാണും. എത്രയോ ഇടങ്ങളിൽ നിന്ന് അവിടുന്ന് നിഷ്ക്രമിച്ചു, എത്രയോ ഇടങ്ങളിലേക്ക് അവിടുന്ന് ആകർഷിക്കപ്പെട്ടു. അവിടുത്തെ ആകർഷിച്ചതും വിശുദ്ധിയാണ്, അവിടുത്തെ അകറ്റിയത് അശുദ്ധിയാണ്. അതുകൊണ്ട് ശുദ്ധി അത് ഗുരുവിനെ ആകർഷിക്കുവാനുള്ള മന്ത്രമാണ് എന്ന് മനസ്സിലാക്കുക. അതിൽ നമുക്കേവർക്കും നിഷ്ഠ വരുത്താം. എല്ലാവർക്കും അതിന് ഗുരുദേവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഈ വാക്കുകൾ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്തേ സ്വാമി.